Hi friends, welcome to Nisha's Home Cooking. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വനില കേക്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഞാൻ ചീനിച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്. തൈരാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 3/4 കപ്പ് തൈരുമുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ സോൾട്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ പഞ്ചസാര നന്നായിട്ട് മിക്സ് ആകുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഇനി ഞാനിപ്പോൾ ഒരു 1/3 കപ്പ് ഓയിൽ ഒഴിക്കുകയാണ്. നമ്മൾ വെജിറ്റബിൾ ഓയിലാണ്, സൺഫ്ലവർ അങ്ങനത്തെയുള്ള ഓയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ വനില എസൻസ്. നമുക്ക് വനില ഫ്ലേവറാണ് എൻ്റെ കൂടുതൽ നിൽക്കേണ്ടത്. വനില കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വനില ഫ്ലേവറാണ്. നമുക്കിതിനകത്തോട്ട് ഈ മൈദ ഇട്ട് കൊടുക്കാം. 1.5 കപ്പാണ് മൈദ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റ് നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഞാനിപ്പോൾ ഒരു 6 ഇഞ്ച് പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 6ഓ 7ഓ എടുക്കാം ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഈ മാവ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റ് അതിനകത്തോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട്. നമ്മളൊരു പാനിനകത്താണ് ഇത് ഉണ്ടാക്കുന്നത്. കടായിയാണ് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഇച്ചിരി സോൾട്ട് വിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിരിക്കുവാണ്. ഒരു 10 മിനിറ്റ് ആയി ഞാനിപ്പോൾ ഹീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇത് എടുത്ത് വെച്ച് കൊടുക്കാം. ഒരു 30 മിനിറ്റ് നമുക്ക് ഈ ചെറിയ തീയിൽ ഇതിനെ ബേക്ക് ചെയ്യാം. എപ്പോഴും ഇങ്ങനെയുള്ള ചീനിച്ചിട്ട് വെക്കുമ്പോൾ ഉള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അടപ്പ് ഒരിക്കലും പുറത്തോട്ട് എയർ പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹീറ്റ് പോകുന്ന രീതിയിൽ ആവരിക്കരുത്. നല്ല ടൈറ്റായിട്ട് കറക്റ്റായിട്ടുള്ള ലിഡായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ശരിക്കും 30 മിനിറ്റ് വരെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പം ഇത് വെച്ചിട്ടൊരു 30 മിനിറ്റ് ആയി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് റെഡി ആയിട്ടില്ല, സെൻറ്ററൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റും കൂടി ഇതേ കണ്ടീഷനിൽ നമുക്ക് വെച്ചിട്ട് വെക്കാം. കാരണം ഇപ്പം നമുക്ക് അടുപ്പിലായതുകൊണ്ട് അത് നമുക്ക് ടെമ്പറേച്ചർ അത്ര പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടി വെക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് റെഡി ആയിട്ടുണ്ടെന്ന്. നമ്മൾ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി അടുപ്പത്തൊന്ന് മാറ്റാം. നമുക്ക് താഴെ എടുത്ത് വെച്ചിട്ട് അത് തണുക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് കുറച്ച് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്ത് വെക്കാം. കറക്റ്റായിട്ടുണ്ട്. നമുക്ക് തണുക്കാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കിപ്പം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചീനിച്ചട്ടിയിൽ ഉണ്ടാക്കിയാൽ മതി. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.